ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഒരു അസംബിൾ ചെയ്തിട്ടുള്ള ഒരു ബാസ് ട്രബിളാണ്. പഴയ മോഡൽ നമ്മൾ ഓട്ടോറിക്ഷകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ബാസ് ട്രബിളാണിത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ബാസ് ബൂസ്റ്റിംഗ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 2K7 രണ്ട് റെസിസ്റ്റർ ബാസിൻ്റെ രണ്ട് സൈഡിൽ, സെൻറ്ററിൽ അതേപോലെ 5K6 150 ഓംസ് 39 പിന്നെ അതേപോലെ 3K9 1K അതുപോലെ 56 ഓംസ് അങ്ങനെയുള്ള റെസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള കപ്പാസിറ്റർ 0.22 ആണ്, 63 വോൾട്ട്. ഇത് 683 പോളിസ്റ്ററാണ്, 683. ഇത് 2K2 പോളിസ്റ്റർ ഈ കാണുന്നത്. പിന്നെ അതേപോലെ ഇത് 0.47 ആണ്, 63 വോൾട്ട്. പിന്നെ ഇത് 63 വോൾട്ട് 100 MFD കപ്പാസിറ്റർ. പിന്നെ അതേപോലെ ഇത് 47 MFDയുടെ ഒരു കപ്പാസിറ്ററാണ് ഈ വെച്ചിട്ടുള്ളത്. BC 548 ആണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു കോമൺ BCBയിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാസിൻ്റെ കൺട്രോള്, 100 കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അതേപോലെ ട്രബിളിൻ്റെ കൺട്രോള്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് കണക്ഷൻ നമ്മൾ ഈ റെസിസ്റ്റർ വഴിയാണ് നേരെ പോണത്. അതിനെ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് ഈ കാണുന്നതാണ്. 2 ചാനലും കൂടിയിട്ട് നമ്മൾ ഒറ്റ ചാനലാണ് ബാസ് ട്രബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ചാനൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കണം നമ്മൾ ഇതിലാണ്, ഈ സെൻട്രലത്തെ റെസിസ്റ്ററിൻ്റെ സെൻട്രലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കണക്ഷനുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ മാറ്റിയിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച വർക്കിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സോൾഡർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മീതെ, ബോർഡിൻ്റെ മീതെ. അപ്പോൾ നമുക്ക് നമ്മളേതായ ഇഷ്ടത്തിനനുസരിച്ച് വർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ റെസിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 33K ഒക്കെയാണ് 39 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ മാറ്റി എന്നിട്ട് 39 ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് നമ്മൾ ആദ്യം ഓട്ടോറിക്ഷകളിലൊക്കെ സെറ്റ് ചെയ്ത് തന്നൊരു ബാസ് ട്രബിളാണ്. പാട്ട് കുറവും അതേപോലെ ബാസും ട്രബിളും കൂടുതൽ, പിന്നെ അതേപോലെ നല്ല രീതിയിലുള്ളൊരു വർക്കിംഗ് കിട്ടാവുന്നൊരു ഇതാണ്. നമ്മളെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് മാത്രം ഇൻപുട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യണത്. അപ്പോൾ ബേസ് മാത്രമുള്ള കണക്ഷൻ, മറ്റേത് ബേസും എമിറ്ററും കൂടിയിട്ട് കണക്ഷൻ വരാറുണ്ട് സാധാരണ ബാസ് ട്രബിളിലേക്ക്. അപ്പോൾ നമ്മളിതിൽ ബേസ് മാത്രമാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ബാസ് ട്രബിളിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ബാസ് ട്രബിളിൻ്റെ സർക്യൂട്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് ഒരുവിധം സെറ്റപ്പിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വർക്കിംഗ് ഉണ്ട് സാധനം. ഓരോ ആംപ്ലിഫയറിലും വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ നമ്മൾ അന്നത്തെ സമയത്ത് ഉപയോഗിച്ചിരുന്ന ബോർഡുകൾ വണ്ടികൾക്ക് ഉപയോഗിച്ചിരുന്നത് 4440, അതുപോലെ 1230 IC ഒക്കെ വെച്ചിട്ടുള്ള ബോർഡുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. 4440 കാട്ടി നല്ല വർക്കിംഗ് 1230 IC എന്ന് പറഞ്ഞിട്ടൊരു ജപ്പാൻ്റെ IC വന്നിരുന്നു. ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അത്യാവശ്യം നല്ല വർക്കിംഗുള്ളൊരു ഇതായിരുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അസംബിൾ ചെയ്തിരുന്ന ഒരു ബാസ് ട്രബിളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം, ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. 12 വോൾട്ട് സപ്ലൈ ആണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. 12 തൊട്ട് നമുക്ക് 24 വോൾട്ട് വരെ കൊടുക്കാം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. റെസിസ്റ്റർ വഴി കയറി പോകണ കാരണം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഇതിൽ അത്രയും വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം. 18 വോൾട്ട് വരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വർക്കിംഗ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ റെസിസ്റ്റർ നമ്മൾ മാറ്റിയിട്ടിട്ട് വോൾട്ടേജ് കറക്റ്റാക്കി കൊടുത്താലും മതി. അപ്പോൾ ഇത്രയാണ് ഇതിന് മീതിയുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് USB കൊടുത്തിട്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ USB നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാണ്. USB നമ്മളെ പെൻഡ്രൈവിൽ ഇതിൽ കുത്തുകയാണ്, പെൻഡ്രൈവിൽ കുത്തുകയാണ്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കി കേൾക്കാം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നോക്കാം. നമുക്ക് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ ബാസിൻ്റെ ട്രബിൾ നോക്കി കേൾക്കാം നമുക്ക്. ഇതാണ് ബാസിൻ്റെ കൺട്രോള്, അല്ല ഇത് ട്രബിളിൻ്റെ കൺട്രോളാണ്.
അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വർക്കിംഗ് തന്നെ നമുക്ക് ഇതിനുണ്ട് ഈ ബോർഡിനെ. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലത്തെ ബോർഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കി നോക്കുക. 44-40 അങ്ങനെയുള്ള ബോർഡിനൊക്കെ വെച്ചിട്ട് നോക്കി നോക്കുക അതിന്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് പോലെ അത് ചെയ്ത് നോക്കി നോക്കുക, പരീക്ഷണം. അപ്പോൾ നമുക്ക് പിന്നെ ഓരോ ബോർഡിന്റെ വർക്കിംഗ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലത്തെ കപ്പാസിറ്ററുകളും കാര്യങ്ങളൊക്കെ മാറ്റി റെസിസ്റ്ററുകളൊക്കെ മാറ്റിയിട്ട് നമ്മളാണ് സെറ്റ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെതായ വർക്കിംഗ് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ബാസ്റ്റബിളിനെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക, അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.